രണ്ടാഴ്ച മുമ്പ് മീഷോയിൽ ഭയങ്കര ഓഫറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ഗിഫ്റ്റ് അയക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. അപ്പോൾ ഇവിടെ കുറേ കോഫി പൗഡേഴ്സ് ഉണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് മിക്കതും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ റാഗി എന്ന് പറയുന്നത് മാത്രം ഞാൻ ഒരു സാഷേ വാങ്ങിച്ച് കുടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ നല്ല ഫീഡ്ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ വൺ ഗെറ്റ് വൺ ഒന്നും എനിക്ക് വേണ്ട. കാരണം ബൈ വൺ വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഗെറ്റ് വൺ നമുക്ക് തലവേദനയായി മാറും. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൈ വൺ ഗെറ്റ് വൺ വാങ്ങാണ്ട് ബൈ വണ്ണിന് തന്നെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ടത് 45% ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 150 റുപ്പീസിനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കി. ഓക്കെ, അപ്പോൾ സിൽക്ക് ബ്ലെൻഡ് തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 139 റുപ്പീസിന്. അപ്പോൾ സിൽക്ക് ബ്ലെൻഡാണ് എടുത്തിരിക്കുന്നത്. മുമ്പ് ഞാൻ സാഷേ വാങ്ങിയത് വേറെ ഏതോ ഒരു ബ്ലെൻഡാണ്, സിൽക്ക് ബ്ലെൻഡ് ആയിരുന്നില്ല. ശരി, എനിവേ ഞാൻ ഫീഡ്ബാക്ക് ഒക്കെ ഒന്നുകൂടെ വായിച്ചു. എല്ലാം നല്ലൊരു അഭിപ്രായമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കുഴപ്പമില്ല, ഒരു 45% ഡിസ്കൗണ്ടിലുണ്ട്. ഞാൻ അയച്ചു, ബുക്ക് ചെയ്തു. ഞാൻ ഗുരുവായൂർ പോയപ്പോഴാണ് ഈ സാധനം എൻ്റെ വീട്ടിലെത്തിയത്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. എന്തൊരു നല്ല പാക്കിംഗ് ആയിരുന്നു എന്നറിയാമോ? അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗിഫ്റ്റ് പാക്ക് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കായിട്ട് സമ്മാനിച്ചതാണ് കേട്ടോ ഈ ഒരു കോഫി പൗഡർ. അപ്പോൾ നമുക്ക് കോഫി പൗഡർ ഗിഫ്റ്റ് തരാൻ ആരുമില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടും ഞാൻ കോഫി പൗഡർ ഗിഫ്റ്റായിട്ട് വേണമെന്ന് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും എനിക്ക് കോഫി പൗഡർ തന്നെ തന്നുകൊണ്ടിരിക്കും. അതിനേക്കാളും ബെസ്റ്റ് അവർ എനിക്ക് എന്ത് തരണം എന്ന് വിചാരിച്ചിട്ട് തലപ്പകഞ്ഞ് ആലോചിച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഗിഫ്റ്റ് കൊണ്ട് തരുന്നതല്ലേ. കുറച്ചും കൂടെ പൈസ ചിലവാക്കിയിട്ട് ഇത് പിന്നെ അത്ര വിലയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പെൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ആരോടും കോഫി പൗഡർ ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ ഓർഡർ ചെയ്ത സിൽക്ക് ബ്ലെൻഡ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, രാഗി ക്ലാസിക് സിൽക്ക് ബ്ലെൻഡ്. അപ്പോൾ എൻജോയ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തുറന്നൊക്കെ നോക്കി, ഞാൻ സ്മെല്ലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി കോഫിയുടെ നെസ്കഫേയുടെ അതേ ടേസ്റ്റ് ആണെന്നൊക്കെയാണ് ഫീഡ്ബാക്കിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് നെസ്കഫേയുടെ ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്കെന്താ നല്ല അടിപൊളി കോഫി വേണോ, അത്രയേ ഉള്ളൂ. നെസ്കഫേയുടെ ടേസ്റ്റിലെങ്കിലും നമ്മളതൊക്കെ ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ അത് നെസ്കഫേയുടെ ടേസ്റ്റ് വരും. ഇനി കുറച്ച് ബബിളൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. ഇത് കാണുമ്പോൾ പൊട്ടിക്കാതിരിക്കാൻ ഒരു സമാധാനവും ഇല്ല. എന്നിട്ട് മതി കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കോഫി കുടിക്കണോ ബബിൾ പൊട്ടിക്കണോ, അതായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ. എനിവേ ബബിൾ പൊട്ടിച്ചിട്ട് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേരെ പോയി കോഫി ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാഗി കോഫി ഞാൻ എനിക്കായിട്ട് സമ്മാനിക്കുന്നു. എനിക്കായിട്ട് ഗിഫ്റ്റ് ചെയ്ത കോഫി പൗഡർ കൊണ്ട് ഞാൻ തന്നെ കോഫി ഉണ്ടാക്കി കുടിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഒരു കാപ്പി രാഗത്തിലൊരു പാട്ടായാലോ. എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ നല്ല പാട്ടുകാരാ, രഘുപതി രാഘവ രാജാരാ, പതിത പാവന സീതാരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.